നമസ്കാരം. വയനാട്ടിൽ ജനരോക്ഷം പുകയുന്നു. കാട്ടാനാക്രമണത്തിൽ കൊല്ലപ്പെട്ട പാക്കം സ്വദേശി പോൾ വിപിയുടെ മൃതദേഹം പുൽപ്പള്ളിയിലെത്തിച്ചു. മൃതദേഹവുമായി നാട്ടുകാർ തെരുവിൽ പ്രതിഷേധിക്കുകയാണ്. പുൽപ്പള്ളി ബസ് സ്റ്റാൻഡിലാണ് മൃതദേഹം പൊതുദർശനത്തിന് വെച്ചത്. കുടുംബത്തിന്റെ ആവശ്യം അംഗീകരിക്കാതെ മൃതദേഹം മാറ്റില്ലെന്നാണ് പ്രതിഷേധക്കാരുടെ നിലപാട്. ആക്രമണത്തിൽ ഗുരുതരമായി പരിക്കേറ്റ പോളിന് മതിയായ ചികിത്സ നൽകിയില്ലെന്ന് കുടുംബത്തിന്റെ ആരോപണമുണ്ട്. രാവിലെ മാനന്തവാടി ആശുപത്രിയിലെത്തിയ പോളിനെ ഉച്ച കഴിഞ്ഞാണ് കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ എത്തിച്ചതെന്നും ഒരു രാഷ്ട്രീയ നേതാവിനാണ് ഈ ഗതി വന്നതെങ്കിൽ ഇന്ത്യയിൽ കിട്ടാവുന്ന ഏറ്റവും മികച്ച ചികിത്സ നൽകില്ലേ എന്നും പോളിന്റെ മകൾ ചോദിച്ചു. അതേസമയം പുൽപ്പള്ളി ടൗണിലെത്തിയ വനംവകുപ്പ് സംഘത്തിന് നേരെ നാട്ടുകാരുടെ വൻ പ്രതിഷേധമാണ് ഉയരുന്നത്. വനംവകുപ്പിന്റെ ജീപ്പിന് മുകളിൽ റീത്ത് വെച്ച് പ്രതിഷേധം കടുപ്പിക്കുകയാണ് നാട്ടുകാർ. ഇന്ന് രാവിലെ കേണിച്ചിറയിൽ കടുവ കൊലപ്പെടുത്തിയ കാളക്കുട്ടിയുടെ ജഡവുമായി പ്രതിഷേധ സ്ഥലത്തേക്ക് ആളുകൾ എത്തുകയും വനംവകുപ്പിന്റെ ജീപ്പിന് മുകളിൽ കാളക്കുട്ടിയെ കെട്ടിവെക്കുകയും ചെയ്തു. വനംവകുപ്പിനെതിരെയും പോലീസിനെതിരെയും ശക്തമായ മുദ്രാവാക്യങ്ങൾ മുഴക്കിക്കൊണ്ടാണ് വന്യമൃഗങ്ങളെ പേടിക്കുന്ന ഞങ്ങൾക്ക് പോലീസിനെ പേടിയില്ലെന്നും നാട്ടുകാർ പറയുന്നുണ്ട്. വനംവകുപ്പ് മന്ത്രിയെ വരെ വേണ്ടി വന്നാൽ തടയുമെന്നും പ്രതിഷേധക്കാർ അറിയിക്കുന്നു.